ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ഫിഷ് ഫ്രൈ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 4 അയല മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് മീനിൽ വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഫസ്റ്റ് നമുക്ക് ഈ മീനൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മളിതുപോലെ ചെറുതായിട്ടൊന്ന് വകന്ന് കൊടുക്കണം. എങ്കിൽ മാത്രമേ അതിനുള്ളിലേക്ക് നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ട് വരുള്ളൂ. അപ്പോൾ അതാ ഇതുപോലെ മീനൊക്കെ കഴുകി നന്നായിട്ട് വകന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീനിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ്. അപ്പോൾ ഞാനിപ്പോൾ മുഴുവൻ പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്. മുഴുവൻ പെരിഞ്ജീരകം ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം പെരിഞ്ജീരകം പൊടിച്ച് ചേർത്താലും മതിയാവും. പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 പീസ് വെളുത്തുള്ളി അല്ലിയാണ്. ഇതിപ്പോൾ ഒരു വലിയ വെളുത്തുള്ളി അല്ലിയാണ്, അതിൻ്റെ പേരിലാണ് 2 എടുത്തിട്ടുള്ളത്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 4 വെളുത്തുള്ളി അല്ലി നമുക്കിതിലേക്ക് വേണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഇച്ചിരി വലിയ ഉള്ളി, അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ 1 എടുക്കുന്നത്. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഉള്ളി വരെ നമുക്ക് വേണം. ചെറിയ ഉള്ളിയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മീനിന് വേണ്ടിയിട്ടുള്ള മസാലയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിപ്പോൾ കശ്മീരി ചില്ലി പൗഡർ എടുക്കുകയാണ്. അപ്പോൾ ഈ കശ്മീരി പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, സാധാരണ മുളക് പൊടി ചേർത്താൽ മതിയാവും. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ എടുത്താൽ മതിയാവും, അല്ലെങ്കിൽ നന്നായിട്ട് എരിവുണ്ടാവും, അതിൻ്റെ പേരിലാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അതും ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരു പച്ചമുളകാണ്. അപ്പോൾ ഒരു പച്ചമുളകും ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ട മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കുറച്ച് റവ. 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിപ്പോൾ റവ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ റവ ഇതിലേക്ക് ചേർക്കണത് എന്തിനെന്ന് വെച്ചാൽ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ മസാലയൊക്കെ നമ്മുടെ മീനിൽ നന്നായിട്ട് പിടിക്കാനും കട്ടിക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഈ റവ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പകുതി നാരങ്ങയാണ്. അപ്പോൾ നാരങ്ങയുടെ നീര് കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. നാരങ്ങ നീരില്ലാന്നുണ്ടെങ്കിൽ പകരം ചെറിയൊരു പീസ് പുളി നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ അത്രയും ചേർത്തിട്ട് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 1/4 കപ്പ് അളവിൽ, ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട, വെറും ഒരു 1/4 കപ്പ് അളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സിയിൽ പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഈ മസാല എല്ലാം നമ്മുടെ മീനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നല്ലതുപോലെ ഈ കംപ്ലീറ്റ് മസാലയും നമ്മൾ ഈ മീനിൽ നന്നായിട്ടൊന്ന് പൊട്ടി കൊടുക്കാം. നമ്മുടെ ഈ ഫിഷ് ഫ്രൈയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നിറയെ മസാല ചേർത്തിട്ടാണ് നമ്മൾ ഈ മീൻ പൊരിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതുപോലെ മീനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, നമ്മളിപ്പോൾ ഇങ്ങനെ ഓയിലിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ മസാലയൊക്കെ ഇങ്ങനെ നമ്മുടെ ഓയിലിൽ കുറേ പോകും. പിന്നെ നമ്മുടെ ആ പാത്രത്തിൽ കടായിൽ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കും. അപ്പോൾ അതൊന്നും വരാതിരിക്കാനും അതുപോലെ തന്നെ ചെറിയൊരു കോട്ടിങ്ങിനും വേണ്ടിയിട്ട് റവയിലൊന്ന് നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. ചെറുതായിട്ട് നമ്മളതൊന്ന് തിരിച്ചും മറിച്ചും കൊടുത്താൽ മതിയാകും. അപ്പോൾ തന്നെ ഈ മസാലയിലേക്ക് ഈ റവയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇത്രയും തന്നെ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഒരു 30 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. എപ്പോഴും മീൻ പൊരിക്കുന്നതിന് മുന്നേ മസാലയൊക്കെ ഒന്ന് പൊട്ടി കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് നമ്മളൊന്ന് മാറ്റി വെക്കണം. എങ്കിൽ മാത്രമേ ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് വരുള്ളൂ. എന്നാൽ ശരി, ഇതൊരു 30 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലതുപോലെ മസാലയൊക്കെ ഇപ്പോൾ പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് മുകളിലേക്ക് ഇട്ട റവയുടെ കോട്ടിങ് എല്ലാം ഇപ്പോൾ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ കയ്യിലൊന്നും വരില്ല. അപ്പോൾ നല്ല ചൂട് ഓയിലിലേക്ക് നമ്മുടെ മീനിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും. എപ്പോഴും മീൻ പൊരിക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം, എന്നിട്ട് വേണം മീൻ ഇടാനായിട്ട്. അപ്പോൾ ചൂടില്ലാത്ത എണ്ണയിലേക്ക് ഇടാണെന്നുണ്ടെങ്കിൽ ഈ മസാലയൊക്കെ ഇങ്ങനെ എണ്ണയിൽ കലർന്നിട്ട് പോകും. അപ്പോൾ നിങ്ങൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മീനെന്നല്ല, ഏത് മീൻ പൊരിക്കുമ്പോഴും അപ്പോൾ നിങ്ങളതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. 2 സൈഡും നല്ലതുപോലെ സാധാരണ മീൻ പൊരിക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇതിപ്പോൾ നല്ലതുപോലെ പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഫൈനലി നമുക്ക് ഇറക്കാൻ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുകയാണ്.
കറിവേപ്പിലയും ചേർത്ത് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണിത്. നല്ല ക്രിസ്പിയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ മീനൊക്കെ പൊരിക്കുമ്പോഴത്തേക്കും ആ പൊരിക്കുന്ന ആ ടൈമിൽ മാത്രം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, കുറേ കഴിയുമ്പോഴത്തേക്കും സോഫ്റ്റ് ആയിട്ട് പോകും. ഇതങ്ങനെ ഇല്ല. നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി ആകുമ്പോഴും ഇതേ സെയിം ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ മീൻ പൊരിച്ചതിന്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.